അമ്മ ഇന്നലെ നിങ്ങൾ മോട്ടറിന് ഊരടിച്ച മാലോടെ അവിടെ അൽമറയിലുണ്ട്. എന്തേപ്പോ? എന്നാലേ അതെടുത്തിട്ട് ഓൾക്കന്നെ കൊടുത്താളേ. അത് ഓൾക്ക് വേണ്ടി കൊടുത്താണ് ഞാൻ. എടാ, മക്കള് ഗൾഫ് പോയാലേ ഉമ്മാർക്കാണ് സ്വർണം കൊണ്ടുവന്ന് കൊടുക്കല്, അല്ലാണ്ട് പെണ്ണുങ്ങൾക്കല്ല. അമ്മ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നൊക്കെ അറിയില്ല, നമ്മുടെ ആയിഷേ 50 പവൻ അത് ഇവിടുന്ന് ഇറങ്ങൂല എന്ന് പറഞ്ഞതാ. അപ്പോൾ ഒരു മടിയും കൂടാതെ സ്വന്തം പണ്ടെടുത്തെടുത്തോളം മോൾട്ടി. ഈ എന്തിനാ മേടിച്ചത്? സ്വന്തമായിട്ട് അധ്വാനിച്ച് പെങ്ങന്മാരെ കല്യാണം നടത്തണേ, ഇല്ലെങ്കിൽ കടം മേടിച്ചിട്ട് നടത്തണം. അധ്വാനിച്ചിട്ട് നമ്മ എത്ര കാലം ജീവിച്ചേ? ഇനി കല്യാണം നടത്തി ഞാൻ ഒരു കടക്കാരനോട് വെച്ചിട്ട് മോൾട്ടി ഉള്ള സ്വർണ്ണം കംപ്ലീറ്റ് എടുത്ത് തന്നത്. ഓൾക്കുള്ളപ്പോൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത സ്വർണ്ണമാണത്. ഞാൻ ഇപ്പം എൻ്റെ ഭാര്യയുടെ കടക്കാരനാണ്. ഓളുടെ കടക്ക് എങ്ങനെയും വീട്ടണം. ഈ 2 കൊല്ലം കൂടുമ്പോൾ ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴേ ചെറുതെങ്കിൽ ചെറുത് ഓൾക്ക് ഈ സ്വർണ്ണമായിട്ട് കൊടുക്കണം, ആ കടം വീട്ടാനാ. അതുകൊണ്ടേ എൻ്റെ അമ്മ മേടിച്ച മാലഞ്ഞ് അത് ഇന്ന് തന്നെ ഓൾക്കെടുത്ത് കൊടുക്കണം. ഞാനൊരു പോങ്ങനായോണ്ടല്ലോ അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാതിരിക്കണം. ഇനി ഞാനും കൂടെ ഒച്ചുണ്ടാക്കിയിട്ടേ കുടുംബത്തിലുള്ള സമാധാനം പോണ്ടാച്ചിട്ടാ. നിങ്ങളെ പോലത്തെ ഉമ്മാരെ ആലോചിക്കൊണ്ടൊരു കേസുണ്ട്. നിങ്ങളൊക്കെ വയസ്സാം കാലത്തേ ഇതെങ്ങോട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ മര്യാദ ഉണ്ടാവുക. നിങ്ങളുടെ ആഴ്ചയൊക്കെ കാഴ്ചക്കാരിയായി നോക്കിക്കാനുണ്ടാവുള്ളൂ. വെറും വന്ന് പോണ വിരുന്നുകാരിയാവുകളൊക്കെ ഓർത്തങ്ങൾക്ക് നന്ന്.